ആലപ്പുഴ ഓമനപ്പുഴയിലെ ജോസ്മോനും ഭാര്യ ജെസിമോൾക്കും അവൾ മാലാഖയായിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ കൺമണിക്ക് അവർ ഏഞ്ചൽ എന്ന് പേരിട്ടത്. കുട്ടിക്കാലം മുതൽ പള്ളിയുമായി അടുത്തു ജീവിച്ച ഏഞ്ചൽ കന്യാസ്ത്രീയാകാൻ ആഗ്രഹിച്ചതാണ്. സ്കൂൾ പഠനശേഷം കോൺവെന്റിൽ ചേർന്നെങ്കിലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തിരികെ വീട്ടിലേക്ക് പോന്നു. പിന്നീട് വിവാഹം കഴിച്ചെങ്കിലും അവിടെയും അസ്വാരസ്യങ്ങൾ. ദാമ്പത്യ തകർച്ചയെ തുടർന്ന് സ്വന്തം വീട്ടിലേക്ക് എത്തിയ മകളെ മാതാപിതാക്കൾ ചേർത്ത് പിടിച്ചു. പിന്നെ എന്തായിരിക്കും ആ വീട്ടിൽ സംഭവിച്ചത്? പള്ളിയും പ്രാർത്ഥനയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെയായി കഴിഞ്ഞ ജോസ്മോൻ്റെ വീട്ടിലെ ദുരന്തം നാട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏഞ്ചലിനെ അവളുടെ പ്രിയപ്പെട്ട പപ്പയും മമ്മിയും ചേർന്ന് എന്തിനാകും കൊലപ്പെടുത്തിയത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സഹികെട്ട് ചെയ്തു പോയതാ സാറേ. വീട്ടിലെല്ലാവരെയും അവൾ നിരന്തരം ഉപദ്രവിക്കും. എപ്പോഴും വഴക്കാണ്, പറഞ്ഞാൽ അനുസരണയില്ല. ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചലിനെ കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് ജോസ്മോൻ്റെ കുറ്റസമ്മതമാണിത്. ഭർത്താവുമായി വഴക്കിട്ട് സ്വന്തം വീട്ടിലെത്തിയ യുവതി രാത്രി സമയങ്ങളിൽ പുറത്തുപോയതിനെ മാതാപിതാക്കൾ എതിർത്തിരുന്നു. എന്നാൽ തന്നെ ധിക്കരിച്ചു മകൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് പിതാവ് ജോസ്മോനിൽ വലിയ അമർഷമുണ്ടാക്കി. അങ്ങനെയാണ് ആ രാത്രി മകൾ ഏഞ്ചലിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത്. ഭാര്യ ജെസിമോൾ മകളുടെ കൈ പിന്നിലോട്ട് പിടിച്ചു കെട്ടി. ജോസ്മോൻ കഴുത്ത് ഞെരിച്ചു കൊന്നു. പിറ്റേന്ന് രാവിലെ വരെയും ഏഞ്ചലിൻ്റെ മൃതദേഹത്തിനരികിൽ അവർ രണ്ടുപേരും ഇരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിനെ തുടർന്നാണ് അച്ഛനെയും അമ്മയെയും മണ്ണഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് അമ്മാവൻ അലോഷിയുടെ അറസ്റ്റും രേഖപ്പെടുത്തി. ആലപ്പുഴ ഓമനപ്പുഴയിൽ ഏഞ്ചൽ എന്ന 28-കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഏഞ്ചലിന്റെ വീടാണ്. ഈ ഏഞ്ചലിനെ കൊലപ്പെടുത്തിയത് അച്ഛനും അമ്മയും ചേർന്ന് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നതെന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഏഞ്ചൽ വൈകി വന്നതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിനോട് ചേർന്നുള്ള ഒരു ഷെഡിൽ, ആ ഷെഡിന്റെ മുകളിൽ ടാർപോളിന് മുകളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പരിസര നിലയിലായിരുന്നു ആ തോർത്തിന്റെ അളവുകളൊക്കെ പോലീസ് രേഖപ്പെടുത്തുകയാണ്. വീടിന്റെ സ്വീകരണ മുറിയിൽ വെച്ച് തന്നെ രക്ഷകർത്താക്കളുമായി ഒരു തർക്കമുണ്ടാകുന്നു. തുടർന്ന് അച്ഛൻ കഴുത്ത് ഞെരിച്ചപ്പോൾ അമ്മ പിൻഭാഗത്ത് നിന്ന് കൈ മുറുക്കി പിടിച്ചു കൊടുത്തു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഡയറക്റ്റ് ഇൻവോൾവ് അച്ഛനും അമ്മയ്ക്കും ഉണ്ടായെന്നുള്ളത് ന്യൂസ് 18നോട് മണ്ണഞ്ചേരി അന്വേഷണ ഉദ്യോഗസ്ഥനായ മണ്ണഞ്ചേരി CI ടോൾസൺ വ്യക്തമാക്കിയിട്ടുണ്ട്. നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അതെ അതെ അതെ, അങ്ങനെയാണ്. അമ്മാവന്റെ ഒരു റോൾ എന്താണ് ഇതിനകത്ത്? അമ്മാവനെ ഈ സംഭവം കുട്ടി മരിച്ചതിന് ശേഷം അമ്മാവനെ വിളിച്ചു വരുത്തുകയായിരുന്നു ചെയ്തത്. രാത്രി തന്നെ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം രാത്രി ഒരു 11 മണിയോടെ രാത്രി അദ്ദേഹം വന്നിരുന്നു. അതിനുശേഷം ഇത് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു അമ്മാവൻ. എന്നിട്ട് രാവിലെ അമ്മാവനാണ് വന്ന് എങ്ങനെയും മരണപ്പെട്ടു പോയെന്നൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നത്, പോലീസിൽ തന്നതല്ലേ? അതെ അതെ. ഈ രാത്രി 10:30യോടെയാണോ ചൊവ്വാഴ്ച നടന്നത്? രാത്രി ഒരു 11 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. താമസിച്ചു വന്നു എന്നുള്ള തർക്കമാണോ? ഇവര് കുട്ടി എപ്പോഴും സ്ഥിരമായിട്ട് രാത്രി പുറത്തു പോവുകയും താമസിച്ചു വരികയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു. അങ്ങനെ നിരന്തരമായിട്ട് വീട്ടിൽ വഴക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇന്നലെ പെട്ടെന്നൊരു വഴക്കുണ്ടാകുകയും ഒരു പിടിയും വലിയിൽ കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത്. കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. അത് കഴുത്ത് ഞെരിച്ചു കൊന്നു. അതോടൊപ്പം തന്നെ അമ്മ കയ്യിൽ പിടിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. തെളിവെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ തന്നെയും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിലനിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തോട്, അതായത് പ്രതിയോട് ഈ തെളിവെടുപ്പിന്റെ ഘട്ടത്തിൽ നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു. ആ അവസരത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇങ്ങനെ ഈ വൈകി വന്നതിലുള്ള പ്രകോപനമാണോ എന്നുള്ള ചോദ്യത്തിന് അതെ എന്ന് അദ്ദേഹം കൃത്യമായി നമ്മളോട് മറുപടി പറയുകയും ചെയ്തു. വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നത്? ഇങ്ങനൊരു ആണ്, അതായിരുന്നു അച്ഛനെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ. പരിസരത്തുള്ള ആളുകൾക്ക് ആർക്കും തന്നെ ഇവരുടെ കുടുംബത്തെക്കുറിച്ച് യാതൊരുവിധ തർക്കവുമില്ല. വളരെ സൈലന്റായി ജീവിച്ചു പോകുന്ന കുടുംബാംഗങ്ങളാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പരിസരവാസികളുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്.
അപ്പൊ കൊച്ചു മരിച്ചു കിടക്കുന്നുണ്ട്, എല്ലാവരും അറ്റാക്ക് കിടന്നപ്പോൾ കൊച്ചിന്റെ അമ്മയോട് ഞാൻ കൈക്ക് പിടിച്ചു ചോദിച്ചു, സിന്ധു ഇങ്ങനെ കൊച്ചിന് നേരത്തെ അസുഖം വരാറുണ്ടായിരുന്നോ? കൊച്ചും ഇങ്ങനെ വന്ന് സംഭവിച്ചില്ല, അറ്റാക്ക് അല്ലേ? എനിക്കറിയത്തില്ല എന്ത് സംഭവിച്ചെന്നാണ് കൊച്ചിന്റെ അമ്മ പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നത്. ഇത് മാത്രമേ ഞങ്ങൾക്ക് അറിയാവുള്ളൂ. പിന്നെ ഈ നാട്ടിലുള്ള എല്ലാവരും പറയുന്നത് ഇതാണ്, അവരിങ്ങനെ ചെയ്യത്തില്ല, ശബ്ദമൊന്നും കേട്ടില്ലെന്നൊക്കെയാണ് എല്ലാ തൊട്ടടുത്തുള്ളവർ പറയുന്നത്. കൊച്ചിനെ പറ്റി ഒരു റിമാർക്കൊന്നുമില്ല. താമസം എന്ന് പറഞ്ഞാൽ ഇല്ലെന്നുള്ള ഒരു അത് അക്യൂസ്തൊന്നുമില്ല. പുള്ളിക്കാരന് താങ്ങാനത്തില്ലെങ്കിൽ ജോലിക്ക് വിടരുത്. പുള്ളി വേലയെടുത്ത് ആ കൊച്ചിനെ പോറ്റണം. അല്ലാതെ അവള് ജോലിക്ക് ഇറങ്ങുന്നത് കഴിഞ്ഞാൽ അവൾ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്, കെട്ടിച്ചു വിട്ടതാണ്. അപ്പൊ അവളുടെ കുടുംബമായിട്ട് ജീവിക്കുന്ന വേണ്ടിയിട്ടാണ് ആ ഒരു ജോലി ചെയ്യുന്നത്. എന്തായാലും നിർണായകമായ കേസിൽ 3 പേരാണ് ഇപ്പോൾ, ഒരാൾ പ്രതി ചേർക്കപ്പെടുകയും 2 പേർ കസ്റ്റഡിയിലുമുണ്ട്. അമ്മയുടെയും ഒപ്പം തന്നെ അമ്മയുടെ സഹോദരന്റെയും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. മക്കളെ കുട്ടിക്കാലം മുതൽ പള്ളിയും പ്രാർത്ഥനയുമായി വളർത്തിയതാണ് ആലപ്പുഴ ഓമനപ്പുഴയിലെ ജോസ്മോനും ഭാര്യ ജെസിമോളും. മൂത്ത മകൾ ഏഞ്ചലിൻ്റെ ആഗ്രഹം കന്യാസ്ത്രീയാകണമെന്നായിരുന്നു. മകളുടെ ഇഷ്ടത്തിന് മാതാപിതാക്കൾ എതിരു നിന്നില്ല. എന്നാൽ കോൺവെന്റിൽ ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കാതെ തിരിച്ചു പോരേണ്ടി വന്നു. പിന്നീടാണ് തുമ്പോളി സ്വദേശിയായ യുവാവിനെ ഏഞ്ചൽ വിവാഹം കഴിച്ചത്. 3 വർഷത്തോളം ഒന്നിച്ച് ജീവിച്ചെങ്കിലും ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. അതോടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി. 6 മാസം മുൻപ് ഏഞ്ചൽ ഓമനപ്പുഴയിലെ സ്വന്തം വീട്ടിലേക്ക് വന്നു. എന്നാൽ മാതാപിതാക്കളുമായി അവൾ എന്നും വഴക്കായിരുന്നു. തന്നിഷ്ടത്തോടെയുള്ള മകളുടെ ജീവിതം അച്ഛനും അമ്മയും വിലക്കിയതാണ്. ഒടുവിൽ മകളെ കൊലപ്പെടുത്തിയ കേസിൽ ഈ മാതൃകാ ദമ്പതികൾ ജയിലിലായതിൻ്റെ നടുക്കത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളും. സ്കൂൾ പഠനത്തിന് ശേഷം കന്യാസ്ത്രീയാകാൻ മഠത്തിൽ ചേർന്നതാണ് ഏഞ്ചൽ. എന്നാൽ പഠനം പൂർത്തിയാക്കാതെ വീട്ടിലേക്ക് തിരികെ പോന്നു. പിന്നീടാണ് തുമ്പോളി സ്വദേശിയെ വിവാഹം കഴിച്ചത്. ഇരുവരും വർഷങ്ങളോളം ഒന്നിച്ച് ജീവിച്ചെങ്കിലും കുട്ടികളില്ല. അതിനിടെ ഏഞ്ചലും ഭർത്താവും തമ്മിൽ വീട്ടിൽ വഴക്ക് പതിവായി. ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണം യുവതി സ്വന്തം വീട്ടിലേക്ക് പതിവായി എത്തും. ഏഞ്ചലിന്റെ സൗഹൃദവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കലശലായതോടെ ഇരുവരും ഒന്നിച്ചുള്ള ജീവിതം സംഘർഷഭരിതമായി. ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായ ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി 6 മാസമായി സ്വന്തം വീട്ടിലായിരുന്നു താമസം. ഭർത്താവിന്റെ ഉപദ്രവം കാരണം താൻ വീട് വിട്ടിറങ്ങി എന്നായിരുന്നു ഏഞ്ചൽ മാതാപിതാക്കളെ ബോധിപ്പിച്ചത്. എന്നാൽ രാത്രി സമയങ്ങളിൽ മകൾ പതിവായി പുറത്തു പോകുന്നത് അച്ഛനും അമ്മയും വിലക്കി. പക്ഷേ ഏഞ്ചലിന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമുണ്ടായില്ല. ഏഞ്ചലിന്റെ രാത്രിയാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. യുവതി സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുൻപും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. നാട്ടുകാരിൽ ചിലർ ഏഞ്ചലിന്റെ രാത്രിയാത്ര ശരിയല്ലെന്ന രീതിയിൽ പിതാവ് ജോസ്മോനോട് പറഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി പുറത്തുപോയി വന്ന ഏഞ്ചലിനെ ജോസ്മോൻ ശകാരിച്ചിരുന്നു. ഇത് വാക്കുതർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തി. വഴക്കിനിടെ ജോസ്മോൻ മകളുടെ കഴുത്തിൽ ഞെരിച്ചു. തുടർന്ന് തോർത്തിട്ട് മുറുക്കി. സംഭവ സമയത്ത് ജോസ്മോന്റെ പിതാവ് സേവിയറും മാതാവ് സൂസിയും ഭാര്യ സിന്ധുവും വീട്ടിലുണ്ടായിരുന്നു. യുവതി മരിച്ചെന്ന് ഉറപ്പായതോടെ രാവിലെ വരെ കുടുംബം വീടിനുള്ളിൽ ആരെയും അറിയിക്കാതെയിരുന്നു. പുലർച്ചെ 6 മണിയോടെ ഏഞ്ചൽ മരിച്ചെന്ന് പറഞ്ഞ് കരഞ്ഞതോടെയാണ് അയൽവാസികൾ വിവരമറിഞ്ഞത്. വീട്ടുകാർ മൃതദേഹം താഴെ അഴിച്ചു കിടത്തിയതാണോ എന്നായിരുന്നു നാട്ടുകാരുടെ സംശയം. ഇതിന് വ്യക്തത വരാനായിരുന്നു ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ പ്രതി കുറ്റം സമ്മതിച്ചതോടെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. ജോസ്മോൻ മകളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് വിശ്വസിക്കാൻ ഓമനപ്പുഴയിലെ നാട്ടുകാർക്ക് ഇപ്പോഴും കഴിയുന്നില്ല. കാരണം അയാൾ അയൽവാസികൾക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളല്ല. അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു.
ആ വീട്ടിൽ നിന്ന് അത്തരമൊരു സംഭവം പ്രതീക്ഷിച്ചിരുന്നില്ല. ജാസ്മിനും ചിരിച്ചുകൊണ്ട് ചുറുചുറുക്കോടെയാണ് നാട്ടുകാരോടും ഇടപഴകിയിരുന്നത്. പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ വഴക്കിട്ട് സ്വന്തം വീട്ടിലെത്തിയ ജാസ്മിൻ അവരോടും എന്നും വഴക്കുകൂടി. വഴക്കിന്റെ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. ഇതേക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 ആലപ്പുഴ. കോഴിക്കോട് വില്യാപ്പള്ളി സ്വദേശിനിയായ യുവതി ഇപ്പോഴും ആ നടുക്കത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം കൈക്കുഞ്ഞുമായി വടകരയിലെ ആശുപത്രിയിൽ പോകാൻ ഓട്ടോയിൽ കയറിയതാണ്. ഓട്ടോ ഡ്രൈവറായ സജേഷ് അപരിചിതമായ ഇടവഴികളിലൂടെ കൊണ്ടുപോയതോടെ അവർക്ക് അപകടം മണത്തു. ബഹളം വെച്ചതോടെ ഓട്ടോ ഡ്രൈവർ യുവതിയെയും കുഞ്ഞിനെയും വഴിയിൽ ഇറക്കി വിട്ട് മുങ്ങി. സംഭവം അറിഞ്ഞ് പ്രതിയെ തേടി പോലീസ് എത്തിയപ്പോൾ അവർക്ക് നേരെയും ആക്രമണം. SIയുടെ തലക്കടിക്കുകയും ASIയെ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്ത സജീഷിനെ ബലപ്രയോഗത്തിലൂടെയാണ് കീഴ്പ്പെടുത്തിയത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു വില്യാപ്പള്ളി സ്വദേശിനിയായ യുവതിയെയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. വടകര ആശുപത്രിയിൽ പോകാനായി ഓട്ടോറിക്ഷയിൽ കയറിയ ഇരുവരെയും ഓട്ടോ ഡ്രൈവറായ സജീഷ് വടകര ഭാഗത്തേക്ക് പോകാതെ അപരിചിതമായ ഇടവഴികളിലൂടെ കൊണ്ടുപോകുകയായിരുന്നു. യുവതി ബഹളം വച്ചതോടെ ആയഞ്ചേരിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇറക്കിവിട്ട ശേഷം ഇയാൾ കടന്നു. യുവതിയുടെ പരാതിയിൽ പോലീസ് പ്രതിയെ തെരഞ്ഞ് കണ്ണൂർ മൊകേരിക്കടുത്തുള്ള വീട്ടിലേക്കെത്തി. പ്രകോപിതനായ പ്രതി പോലീസുകാരെ ആക്രമിച്ചു. SIയുടെ തലക്കടിക്കുകയും ASIയെ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു. വടകര SI രഞ്ജിത്ത്, ASI ഗണേശൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരും ചികിത്സ തേടി. ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയ പ്രതിയെ വടകര സ്റ്റേഷനിലെത്തിച്ചു. ഇയാൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിനും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കേസുകൾ രജിസ്റ്റർ ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. കെറ്റമെലോൺ എന്ന ആഗോള ഡാർക്ക് വെബ് ലഹരിമരുന്ന് ശൃംഖലയിലേക്ക് എങ്ങനെയാണ് മലയാളി യുവാക്കൾ എത്തിപ്പെട്ടത്? മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ബാബുവിനെ കൂടാതെ കൂടുതൽ ചെറുപ്പക്കാർക്ക് ഇതിൽ പങ്കുണ്ടെന്നാണ് NCB നൽകുന്ന വിവരം. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ഡീലർമാരുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന എഡിസൺ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ ലഹരി ഇടപാട് നേരിട്ട് നിയന്ത്രിച്ചിരുന്നതായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. എഡിസന്റെ അറസ്റ്റിന് പിന്നാലെ ഇയാളുടെ സഹപാഠിയായിരുന്ന ഡിയോളും ഭാര്യ അഞ്ജുവും പിടിയിലായി. ഓസ്ട്രേലിയയിലേക്ക് ലഹരി കടത്തിയ കേസിലാണ് ഇടുക്കി പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് ഉടമകളായ ദമ്പതികൾ അറസ്റ്റിലായത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ എഡിസൺ വ്യക്തമായ പദ്ധതികളോടെയാണ് ലഹരി കച്ചവടത്തിനിറങ്ങിയത്. വിവിധയിടങ്ങളിൽ ജോലി ചെയ്ത ശേഷം ആലുവയിൽ റെസ്റ്റോറന്റ് ആരംഭിച്ചു. കോവിഡ് സമയത്ത് അത് പൂട്ടി. തുടർന്നാണ് മൂവാറ്റുപുഴയിലെ വീട് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം തുടങ്ങിയത്. വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. എഡിസന് വേണ്ടി ഇടപാട് നടത്താൻ ഡാർക്ക്നെറ്റിൽ ഏജന്റുമാരുണ്ടെന്ന് NCB കണ്ടെത്തിയിട്ടുണ്ട്. കോഡ് ഭാഷകളിലൂടെയായിരുന്നു ഇവരുമായുള്ള ആശയവിനിമയം. ബ്രിട്ടനിലെ ഗുങ്കാഡീനായിരുന്നു എഡിസന് LSD അയച്ചിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ LSD ഇടപാടുകാരിൽ ഒരാളായ സിയൂസുമായി ബന്ധമുള്ള ആളാണ് ഡീൻ. എഡിസൺ ഏറ്റവും കൂടുതൽ ലഹരി പാർസലുകൾ അയച്ചത് ബംഗളൂരുവിലേക്കും പൂനെയിലേക്കുമാണ്. കേരളത്തിൽ വേരുറപ്പിച്ച് രാജ്യം മുഴുവൻ പടർന്ന ലഹരി ശൃംഖല സൃഷ്ടിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. എഡിസന്റെ മുറിയിൽ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെടാൻ വലിയ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഇയാൾ ഇടപാടുകാർക്ക് മയക്കുമരുന്ന് അയച്ചതായി തെളിഞ്ഞിട്ടുണ്ട്. ചേലാട് നിന്നാണ് ഇയാൾ 2 പാഴ്സലുകൾ അയച്ചത്. പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ള ലഹരി മരുന്നുകളുടെ ഫലം ലഭിച്ച ശേഷം അന്വേഷണ സംഘം എഡിസനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വാങ്ങും. ഇടപാടുകാരെയും ഇടനിലക്കാരെയും കണ്ടെത്താനുള്ള നീക്കത്തിലാണ് NCB. ന്യൂസ് 18 കൊച്ചി.
ബംഗളൂരുവിൽ IT കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന എഡിസന്റെ ജീവിതമാകെ ഇരുട്ട് നിറഞ്ഞതാണ്. എഞ്ചിനീയറിംഗ് പഠനകാലത്ത് തുടങ്ങിയ ലഹരി ഉപയോഗം. ഡാർക്ക് വെബ് ലഹരി കേസിൽ പിടിയിലായ എഡിസണും കൂട്ടാളികളായ ഡിയോളും അരുൺ തോമസും സഹപാഠികളായിരുന്നു. ജോലിക്ക് പുറമെ കൂടുതൽ പണം കണ്ടെത്താൻ ഇവർ ലഹരി കച്ചവടത്തിലേക്ക് കടന്നു. അങ്ങനെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല കെറ്റാമെലോണിൻ്റെ തലവനായി എഡിസൺ വളർന്നത്. നാട്ടുകാരും ബന്ധുക്കളുമായി അധികം അടുപ്പമില്ലാതിരുന്ന ഇയാളുടെ ജീവിതം തന്നെ ദുരൂഹത നിറഞ്ഞതാണ്. മൂവാറ്റുപുഴ വള്ളക്കാലിപ്പടിയിലെ വീട്ടിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന എഡിസൺ മാത്യു 1.5 വർഷം മുൻപ് വരെ ബംഗളൂരുവിൽ IT കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ എഡിസൺ മികച്ച ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് കുറച്ചു നാളുകളായി നാട്ടിലുണ്ട്. വീട്ടുകാരും ബന്ധുക്കളും ചോദിച്ചപ്പോൾ വർക്ക് ഫ്രം ഹോം എന്നാണ് പറഞ്ഞത്. രാവിലെ മകനെയും കൂട്ടി നഴ്സറിയിൽ പോകുന്ന എഡിസനെ പതിവായി നാട്ടുകാർ കാണാറുണ്ടെങ്കിലും പൊതുവെ ആരുമായും അത്ര അടുപ്പം പുലർത്താറില്ല. അയൽവാസികളുടെ മുന്നിൽ മര്യാദക്കാരനായ യുവാവ്. എന്നാൽ വൻ മയക്കുമരുന്ന് കച്ചവട ചങ്ങലയിലെ കണ്ണിയാണ് ഇയാളെന്നറിഞ്ഞതോടെ അയൽവാസികളും ബന്ധുക്കളും ഞെട്ടലിലാണ്. ഞായറാഴ്ച രാവിലെ നർക്കോട്ടിക് ബ്യൂറോ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ ഇയാൾ ഉറക്കത്തിലായിരുന്നു. പരിശോധനയിൽ വീട്ടിലെ ഒരു മുറിയിൽ നിന്ന് LSD അടക്കമുള്ള വീര്യം കൂടിയ മയക്കുമരുന്നുകൾ കണ്ടെത്തി. മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പ്, ത്രാസ് എന്നിവയും കണ്ടെടുത്തു. കെറ്റാമെലോൺ മയക്കുമരുന്ന് ശൃംഖലയുടെ തലവൻ എഡിസനാണെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. 2 വർഷമായി ഇതുവഴി ഇയാൾ മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തുന്നുണ്ട്. സ്വന്തം ആവശ്യത്തിനാണ് ഡാർക്ക് നെറ്റ് വഴി ആദ്യം മയക്കുമരുന്ന് വാങ്ങിയത്. പിന്നീട് കെറ്റാമെലോൺ ഒരുക്കുകയും ഇടപാടിലേക്ക് കടക്കുകയുമായിരുന്നു. ഡാർക്ക് വെബിലൂടെ എഡിസൺ നടത്തിയത് 700ഓളം ഇടപാടുകളെന്നാണ് NCB നൽകുന്ന വിവരം. ഇയാൾ 2 വർഷത്തിനിടെ 5 മുതൽ 10 കോടി രൂപയുടെ വരെ ഇടപാട് നടത്തിയിരിക്കാമെന്നാണ് സംശയിക്കുന്നത്. ഗൂഗിൾ ക്രോം ബ്രൗസറുകളോ സെർച്ച് എഞ്ചിനുകളോ ഉപയോഗിച്ച് പ്രവേശിക്കാനാകാത്തതും ടോർ പോലുള്ള പ്രത്യേക ബ്രൗസറുകളും കോൺഫിഗറേഷനുകളും ആവശ്യമുള്ളതുമാണ് ഡാർക്ക് നെറ്റ്. എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങളാണ് ഇടപാടുകാർ തമ്മിൽ നടത്തുകയെന്നതിനാൽ ഇതിലേക്ക് നുഴഞ്ഞു കയറുകയും ദുഷ്കരം. ന്യൂസ് 18 കൊച്ചി. രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി ഇടപാടുകൾ നടക്കുന്ന നഗരം കൊച്ചി. പഴയ കൊച്ചിയല്ല, ലോകത്താകമാനം വ്യാപിച്ചു കിടക്കുന്ന ഡാർക്ക് വെബ് ലഹരി മരുന്നു ശൃംഖല മുതൽ ചെറിയ കച്ചവടങ്ങൾ വരെ നിയന്ത്രിക്കുന്നവരിൽ മലയാളി യുവാക്കളുമുണ്ട്. കൊച്ചിയിൽ ഹോട്ടൽ കേന്ദ്രീകരിച്ച് MDMA കച്ചവടം നടത്തിയിരുന്ന യുവാവിനെ പിടികൂടിയപ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ചേരാനല്ലൂർ സ്വദേശി അമൽ ജോർജിൽ നിന്ന് 203 ഗ്രാം MDMA പിടികൂടി. അറസ്റ്റിലായ അമൽ നേരത്തെയും 2 കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. കാക്കനാട് അത്താണിയിലെ ഹോട്ടലിൽ നിന്നുമാണ് MDMAയുമായി അമൽ ജോർജിനെ പിടികൂടിയത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ലഹരി വിൽപ്പന നടത്തുന്നത്. ചേരാനല്ലൂർ സ്വദേശിയാണ് അമൽ ജോർജ്. ലഹരി വസ്തുക്കൾ ഇവിടെ എത്തിച്ചാണ് വിൽപ്പന നടത്തുന്നത്. എവിടെ നിന്നാണ് അമലിന് ലഹരി ലഭിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. പ്രതിയുടെ മൊബൈൽ ഫോണും പരിശോധിക്കും. അമലിൽ നിന്നും ലഹരി വാങ്ങുന്നവരെ കണ്ടെത്തും. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. അമൽ നേരത്തെയും 2 കേസുകളിൽ പ്രതിയാണ്. ഡാൻസ് ഓഫ് സംഘം അമലിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കൊച്ചി സിറ്റി പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘത്തിന്റെ യൂണിറ്റാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് 18 കൊച്ചി. ചില കൂട്ടുകെട്ടുകൾ നമ്മളെ അപകടത്തിൽ ചാടിക്കാറുണ്ടല്ലേ? സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ചെയ്ത കുറ്റകൃത്യങ്ങൾ ചെറുതല്ലാത്ത പൊല്ലാപ്പുണ്ടാക്കും. വയനാട് കേണിച്ചിറ സ്വദേശി വൈശാഖും
ഇങ്ങനെയാണ് പെട്ടത്. കോഴിക്കോട് നിന്ന് 1.5 വർഷം മുൻപ് കാണാതായ ഹേമചന്ദ്രനെ കൊലപ്പെടുത്താൻ വൈശാഖിന് അയാളുടെ പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ സുഹൃത്ത് ജ്യോതിഷിനെ സഹായിക്കാൻ പോയതോടെ കൊലക്കേസിൽ പ്രതിയായി. വൈശാഖിനെ കേണിച്ചിറയിലെ പ്രതിയുടെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത്. ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോകാനും മൃതദേഹം കുഴിച്ചു മൂടാനും താനും ഒപ്പമുണ്ടായിരുന്നതായി ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 മുഖ്യപ്രതി നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ശാസ്ത്രീയ തെളിവുകൾ നിരത്തി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ വൈശാഖിന്റെ പങ്കിനെക്കുറിച്ച് പോലീസിനോട് തുറന്നു പറഞ്ഞത്. ആദ്യം പിടിയിലായ ജ്യോതിഷുമായി കുട്ടിക്കാലം മുതലുള്ള സൗഹൃദമാണ് ഈ കൊലക്കേസിൽ ഇയാൾ ഉൾപ്പെടാൻ കാരണം. ഹേമചന്ദ്രനുമായി തനിക്കുള്ള സാമ്പത്തിക ഇടപാടും മറ്റു കാര്യങ്ങളും വൈശാഖുമായി എപ്പോഴും ജ്യോതിഷ് പങ്കുവെക്കുമായിരുന്നു. പിന്നീട് നൌഷാദുമായി ഹേമചന്ദ്രന് സാമ്പത്തിക ഇടപാടുണ്ടെന്നും ഒന്നിച്ചു നിന്നാൽ അയാളിൽ നിന്ന് പണം ഈടാക്കാമെന്നും ഇരുവരും കരുതി. നൌഷാദിന് വാടകയ്ക്ക് കാർ കൊടുക്കുന്ന ബിസിനസ് ഉണ്ടെന്നും ഗുണ്ടകളുമായി ഇയാൾക്കുള്ള ബന്ധം ഉപയോഗപ്പെടുത്താമെന്നും മറ്റു വിചാരിച്ചാണ് ഇരുവരും നൌഷാദിനൊപ്പം ചേർന്ന് ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. കാറിൽ വെച്ച് തന്നെ പ്രതികൾ ഹേമചന്ദ്രനെ മർദ്ദിച്ചിരുന്നു. സംഭവം നടക്കുന്ന ദിവസങ്ങളിൽ വൈശാഖിനും അജേഷിനും ചേരമ്പാടി ഭാഗത്തുള്ള ഒരു റിസോർട്ടിൽ ഇന്റീരിയർ വർക്ക് ജോലിയായിരുന്നു. 2024 മാർച്ച് 22 ഉച്ചയോടെ പ്രതികളായ 4 പേരും ചേരമ്പാടി ഭാഗത്ത് ഒരുമിച്ച് കൂടുകയും മൃതദേഹം മറവ് ചെയ്യുന്നതിനു വേണ്ടി അവിടെയുള്ള പല സ്ഥലങ്ങളും നോക്കുകയും ഏറ്റവും ഒടുവിൽ കാപ്പിക്കാടിനടുത്ത് ആനയിറങ്ങുന്ന കൊടുങ്കാട് തെരഞ്ഞെടുക്കുകയുമായിരുന്നു. കൊടുങ്കാടായതിനാലും എപ്പോഴും ആനയുണ്ടാകുന്ന സ്ഥലമായതിനാലും ആരും എത്തിപ്പെടുകയില്ല എന്ന കാരണത്താലാണ് അവിടം തെരഞ്ഞെടുക്കാൻ പ്രതികളെ പ്രേരിപ്പിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി കമ്മീഷണർ അരുൺ കെ പവിത്രന്റെ കീഴിലുള്ള സിറ്റി ക്രൈം സ്ക്വാഡും ACP ഉമേഷിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് SI അരുണും സംഘവും ചേർന്നാണ് വൈശാഖിനെ പിടികൂടിയത്. ഈ കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പ്രതികളെ കണ്ടെത്തുന്നതിനും വിശദമായി ചോദ്യം ചെയ്യുന്നതിനുമായി പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് പറഞ്ഞു. ഇതോടെ ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ട 3 പേർ പിടിയിലായി. കൊലപാതകത്തിന് ശേഷം വിദേശത്തേക്ക് കടന്ന മുഖ്യപ്രതി നൌഷാദിനെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമത്തിലാണ് പോലീസ്. ന്യൂസ് 18 വയനാട്. സ്വന്തം വീട്ടിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ലാത്ത കാലം. അച്ഛനും അമ്മയും ജോലിക്ക് പോയാൽ മക്കളുടെ സംരക്ഷണം ഒരു വെല്ലുവിളിയാണ്. ഇടുക്കി അടിമാലിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ അതിക്രമമുണ്ടായത് വീട്ടിലാളില്ലാത്ത സമയത്താണ്. സമീപവാസിയായ രമേശാണ് 9ാം ക്ലാസ്സുകാരിയെ വീട്ടിൽ അതിക്രമിച്ച് കയറി കടന്നു പിടിച്ചത്. കുട്ടി ബഹളം വെച്ചതോടെ അക്രമി ഓടി രക്ഷപ്പെട്ടു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അടിമാലി സ്വദേശിയായ യുവാവ് പിടിയിലായത്. കേസിനാസ്പദമായ സംഭവം നടന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി ഒറ്റയ്ക്കുള്ളപ്പോഴാണ് തട്ടേക്കണ്ണൻകുടിയിലെ 25-കാരനായ രമേശ് ശശി വീട്ടിൽ കയറി അതിക്രമം കാണിച്ചത്. അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ്. ഇരുവരും പണിക്ക് പോയ സമയത്തായിരുന്നു സംഭവം.
പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയാണ് ഇയാൾ അവിടെ എത്തിയത്. പരിസരവാസികളെല്ലാം ജോലിക്ക് പോയ സമയത്തായതിനാൽ തൊട്ടടുത്തുള്ള വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ കയറിയ പ്രതി പെൺകുട്ടിയെ കയറി പിടിച്ചു. കുതറിയോടാൻ ശ്രമിച്ച പെൺകുട്ടി ഉറക്കെ കരഞ്ഞതോടെയാണ് ആളുകൾ എത്തിയത്. അപ്പോഴേക്കും ഇയാൾ കടന്നുകളയുകയായിരുന്നു. പെൺകുട്ടിയുമായി അടിമാലി പോലീസ് സ്റ്റേഷനിലെത്തിയ മാതാപിതാക്കൾ പരാതി എഴുതി നൽകി. പെൺകുട്ടിയുടെ മൊഴിയെടുത്ത ശേഷം പോക്സോ പ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി രമേശിനെതിരെ കേസെടുത്തു. പ്രതിയെ പിടികൂടിയ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അടിമാലി. ട്രെയിനിലും ബസ്സിലും യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ പേന കൊണ്ട് കുറിച്ച് വെച്ചിട്ടുള്ളത് ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അല്ലേ? ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുള്ളവർ വ്യക്തിവിരോധം തീർക്കാൻ ഇതുപോലുള്ള ഏർപ്പാടൊപ്പിക്കാറുണ്ട്. ഇങ്ങനെ അശ്ലീല ഫോൺ കോളുകൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശിനിയായ യുവതി. വിവിധ നമ്പറുകളിൽ നിന്നുള്ള ഫോൺ കോളുകളും സന്ദേശങ്ങളും നിറഞ്ഞതോടെ യുവതി പോലീസിൽ പരാതി നൽകി. ട്രെയിനിലെ ശുചിമുറിയിൽ ആരോ നമ്പർ എഴുതി വെച്ചതാണ് യുവതിക്ക് വിനയായത്. എന്തായാലും ആ വിരുദ്ധനെ കയ്യിൽ കിട്ടിയാൽ നല്ല ചികിത്സ മാത്രമാകില്ല, പോലീസ് കുറേ വകുപ്പുകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ട്രെയിനിലെ ശുചിമുറിയിൽ എഴുതിവെച്ച ഫോൺ നമ്പർ കണ്ടാണ് നിരന്തരം അശ്ലീല കോളുകളും മെസ്സേജുകളും വരാൻ തുടങ്ങിയത്. ആദ്യം കാര്യമാക്കിയില്ലെങ്കിലും ശല്യമേറിയതോടെ സൈബർ പോലീസിൽ പരാതി നൽകി. ഒരു യാത്രക്കാരൻ വിളിച്ചപ്പോഴാണ് ട്രെയിൻ ശുചിമുറിയിൽ നമ്പർ എഴുതിയിട്ട കാര്യം യുവതി അറിയുന്നത്. 5:45 കോളുണ്ട്. അങ്ങനെ ഞാൻ ഷബിനല്ലേ സ്ഥലം ചോദിച്ചപ്പോൾ ഞാൻ പെയിൻ്റാമണ്ണാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്തൊന്ന് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തിനാ കാണുക, എന്താ കാണുക? അപ്പം ചോദിച്ചിട്ട് നമ്പർ ഇട്ട് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്തൊന്നും ഇല്ല, ഒന്ന് കണ്ടാൽ മതിയാണ്, കണ്ടാൽ മതി ചോദിച്ചാണ് കാണുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ എത്ര കാണുന്ന പറയട്ടു പറഞ്ഞു. അപ്പം അതിനോട് കൂടി ഇപ്പം ഫോൺ കട്ടിയിട്ട് പോകും. അങ്ങനെ വീണ്ടും നിൽക്കുന്ന 8:15 വീണ്ടും വേറെ നമ്പറിൻ്റെ കൂടുന്നു. അങ്ങനെ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു എവിടുന്നാണോ ആർക്കാണ് വിളിക്കുന്നത്, രാവിലെ കൂടുതലുണ്ട് അവരാണ് ചോദിച്ചു. എല്ലാവർക്കും എനിക്കെങ്ങനെ നമ്പർ കിട്ടി ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു സോറി ഞാൻ പറഞ്ഞ കേൾക്ക്, എനിക്ക് ഇങ്ങനെ ട്രെയിനിൽ നിന്ന് നമ്പർ കിട്ടി, ഏത് ട്രെയിനിൽ നിന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് കണ്ണൂർ ഷൊർണൂർ മെമോ ട്രെയിനിൽ നിന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെ നിന്ന് കയറി ചോദിച്ചു. ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു പയ്യോടിന് കയറി കണ്ണൂരാണ്. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് പട്ടാമ്പിയിൽ നിന്ന് കയറി കണ്ണൂരാണ്. അങ്ങനെ പയ്യോളി എത്തിയപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ട്രെയിനിൽ പോയി. അപ്പോൾ പിന്നെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് നേരെ ബാക്കിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ ശുചിമുറിയിലുണ്ട് നിങ്ങളുടെ പേരും നമ്പറും അശ്ലീല കമൻറ്റും എഴുതി വെച്ചിട്ട് വന്നു. അപ്പോൾ ആ നമ്പർ കണ്ടപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനത്തെ ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ മായ്ച്ച് കളയാൻ ചോദിച്ചു, അതൊക്കെ പറ്റില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ മുമ്പ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ഇതിൻ്റെ കേസൊക്കെ നടക്കുന്നുണ്ട്, കണ്ണൂർ റെയിൽവേ നടക്കുന്നുണ്ട് പറഞ്ഞു. അത് എനിക്ക് അറിയില്ലല്ലോ പറഞ്ഞു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് അതൊക്കെ കേസിലോട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വ്യക്തിവൈരാഗ്യമുള്ളവരാണ് ഇതിന് പിന്നിലെന്നാണ് പരാതിക്കാരി പറയുന്നത്. നേരത്തെയും സമാന അനുഭവം ഉണ്ടായിരുന്നുവെന്നും യുവതി പറയുന്നു. മുമ്പേ എഴുതി വെച്ച ആളെന്നെ ആകും എനിക്ക് ഇപ്പോഴും ഇന്നലെ ട്രെയിനിൽ വീണ്ടും എഴുതി വെച്ചിരുന്ന ആളൊക്കെ സംശയമുണ്ട്. പേരിട്ട് പറയാനൊക്കെ താല്പര്യമില്ല. സംശയം എല്ലാ ആളും കണ്ണൂർ സ്വദേശിയാണ്, പിന്നെ പറഞ്ഞ വ്യക്തിയാണ്. പരാതി ലഭിച്ചതോടെ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇത്തരം സൈബർ ആക്രമണങ്ങൾ വ്യക്തിജീവിതത്തിൽ വലിയ മാനസിക ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുകയെന്നും നമ്പർ എഴുതിയവരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഇത്തരം കൃത്യങ്ങൾക്ക് ഭാരതീയ ന്യായ സംഹിത പ്രകാരം 1 വർഷം മുതൽ 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. സ്ത്രീകളുടെ മാനഹാനി, പിന്തുടരൽ, സ്വകാര്യതാ ലംഘനം, അശ്ലീല സന്ദേശങ്ങൾ പ്രചരിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ചുമത്തുക. ന്യൂസ് 18 തിരൂർ. പല രീതിയിലുള്ള തട്ടിപ്പുകാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കൊച്ചി വാഴക്കാല സ്വദേശി മിന്റു മണി ആള് വലിയ വിരുദ്ധനാണ്. OLX എന്ന ഓൺലൈൻ വിപണന സംവിധാനത്തെ ഉപയോഗിച്ചായിരുന്നു മിന്റുവിൻ്റെ തട്ടിപ്പ്. ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്ത് ഉടമ അറിയാതെ OLXിലൂടെ വിൽപ്പന നടത്തുന്നതാണ് ഇയാളുടെ രീതി. ഒരേ ഫ്ളാറ്റ് കാണിച്ച് 3 പേരിൽ നിന്ന് 20 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ പ്രതിയെ തൃക്കാക്കര പോലീസ് പിടികൂടി.
കാക്കനാട്ടെയും പരിസര പ്രദേശത്തെയും ഫ്ളാറ്റുകളും അപ്പാർട്ട്മെന്റുകളും മാറി മാറി വാടകയ്ക്കെടുത്താണ് ഒന്നാം പ്രതി ആശയും രണ്ടാം പ്രതി മിന്റുമണിയും തട്ടിപ്പ് നടത്തിയിരുന്നത്. ആദ്യം ഫ്ളാറ്റ് വാടകയ്ക്കെടുക്കും, പിന്നീട് ഫോട്ടോകൾ അപ്ലോഡ് ചെയ്ത് OLXൽ പരസ്യം നൽകും. പണയത്തിന് നൽകാമെന്ന് കാണിച്ചാണ് പരസ്യം. ഒരേ ഫ്ളാറ്റ് കാണിച്ച് പരസ്പരം പരിചയമില്ലാത്ത പലരോടും പണയത്തുക വാങ്ങി കരാറുണ്ടാക്കും. ഇത്തരത്തിൽ ലക്ഷങ്ങളാണ് ഇവർ തട്ടിയെടുത്തതെന്ന് പോലീസ് പറയുന്നു. കാക്കനാട് മാണിക്കുളങ്ങര റോഡ് ഗ്ലോബൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റ് 11 മാസത്തേക്ക് പണയത്തിന് ലഭിക്കാൻ പണം നൽകി വഞ്ചിക്കപ്പെട്ടവരുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. 6.5 ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് പണയത്തിനെടുത്ത വ്യക്തി താമസിക്കാനെത്തിയപ്പോഴാണ് ഇതേ ഫ്ളാറ്റ് പണയത്തിന് നൽകാമെന്ന് പറഞ്ഞ് മറ്റ് 2 പേരിൽ നിന്നായി 8 ലക്ഷം രൂപ പ്രതികൾ വാങ്ങിയ കാര്യം അറിയുന്നത്. സംഭവം പുറത്തറിഞ്ഞതോടെ സമാന രീതിയിൽ തട്ടിപ്പിനിരയായ 20ഓളം പേരാണ് പോലീസിൽ പരാതിയുമായി എത്തിയത്. ഇരുവർക്കുമെതിരെ തൃക്കാക്കര പോലീസ് 3 കേസുകളും ഇൻഫോപാക് പോലീസ് 2 കേസുകളും രജിസ്റ്റർ ചെയ്തു. ന്യൂസ് 18 കൊച്ചി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പുറമെ കേരളത്തിൽ തൊഴിൽ തേടി നിരവധി അതിഥി തൊഴിലാളികളാണ് ദിനം പ്രതി എത്തുന്നത്. എല്ലും മുറിയെ പണിയെടുത്ത് കിട്ടുന്ന തുകയുമായി സുരക്ഷിതമായിട്ടാണ് അവർ കേരളത്തിൽ നിന്നും മടങ്ങുക. എന്നാൽ ഇവരുടെ താമസ സ്ഥലങ്ങളിൽ കയറി ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ചില ക്രിമിനലുകളും നമ്മുടെ നാട്ടിലുണ്ട്. കൊല്ലം കൊട്ടിയത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു കവർച്ച. ജൂൺ 28 രാത്രി 9:30 സംഭവം. കോട്ടയം പീടിക ജംഗ്ഷനിലെ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള 5 ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലായിരുന്നു കവർച്ച നടന്നത്. രാത്രി ഉറങ്ങാൻ കിടന്ന സമയം വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ 5 പേരടങ്ങുന്ന സംഘം ഇതര സംസ്ഥാന തൊഴിലാളികളെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തൊഴിലാളികളുടെ കഴുത്തിൽ കത്തിവെച്ച് പണവും മൊബൈൽ ഫോണും കവരുകയായിരുന്നു എന്നാണ് പരാതി. കോട്ടയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് പ്രതികളെത്തിയിരുന്ന ഓട്ടോറിക്ഷയുടെ നമ്പർ ലഭിച്ചു. ഇതാണ് പ്രതികളെ പിടികൂടാൻ സഹായകരമായത്. മാടൻനട സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ ഷൈനിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പ്രതികളിലെ 2 പേരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കൊല്ലം ഉളിയങ്കോവിൽ സ്വദേശി 35 വയസ്സുള്ള ഹരികൃഷ്ണൻ, ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിനു സമീപം സർവീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന അഹമ്മദ് ഷാ എന്നിവരെയാണ് കോട്ടയം പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ മാടൻനാട് സ്വദേശി ഷൈൻ, രഞ്ജിത്ത്, വിപിൻ എന്നിവരെ കൂടി പോലീസ് പിടികൂടാനുണ്ട്. 5 പേർക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 2 പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. അയൽവാസികളും ബന്ധുക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം പലപ്പോഴും വഴിത്തർക്കമായിരിക്കും. അത് പിന്നീട് ആക്രമണത്തിലും കൊലപാതകത്തിലും വരെ കലാശിക്കാറുണ്ട്. കൊല്ലം പുനലൂരിൽ വീട്ടിൽ കയറി ആക്രമണം നടത്തിയത് ബന്ധുക്കളായ സഹോദരങ്ങളാണ്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന വെഞ്ചേമ്പ് സ്വദേശി രഞ്ജിത്ത്, സഹോദരൻ ശ്രീകുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിത്തർക്കത്തെ തുടർന്നാണ് ഇവരുടെ ബന്ധുവായ സേതുവിനെ വീട്ടിൽ കയറി ഗുരുതരമായി മർദ്ദിച്ചത്. കഴിഞ്ഞ മാസം 17-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കരവാളൂർ വെഞ്ചേമ്പ് മൂഴിയിൽ താമസിക്കുന്ന സേതുവിനെ വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. ഏറെക്കാലമായി സേതുവും പ്രതികളും തമ്മിൽ വഴിത്തർക്കത്തിന്റെ പേരിൽ കുടുംബപരമായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ വൈരാഗ്യത്തിൽ പ്രതികൾ സേതുവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഇരുമ്പ് കമ്പി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും 2 കൈകളും തല്ലിയൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഒളിവിൽ പോയ പ്രതികളെ അന്വേഷിച്ചു വരുന്നതിനിടെയാണ് പോലീസിന് രഹസ്യവിവരം ലഭിച്ചത്.
പ്രതികളെ അവരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പിടികൂടിയത്. സേതുവിനെ മർദ്ദിച്ച കേസിലാണ് വെഞ്ചേമ്പ് സ്വദേശി രഞ്ജിത്ത്, സഹോദരൻ ശ്രീകുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. മലപ്പുറം മഞ്ചേരിയിൽ ഫർണിച്ചർ നിർമ്മാണശാലയുടെ മറവിൽ ലഹരി വിൽപ്പന കേന്ദ്രം. സ്ഥാപന ഉടമയും സുഹൃത്തുക്കളും ചേർന്നാണ് ഇടപാടുകൾ നടത്തുന്നത്. മഞ്ചേരി പോലീസിന് രഹസ്യവിവരം ലഭിച്ചതോടെ പരിശോധിച്ചപ്പോൾ ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി സൂക്ഷിച്ച MDMA കണ്ടെടുത്തു. 9 ഗ്രാം MDMAയുമായി 4 പേർ പിടിയിലായി. പ്രതികൾക്ക് ലഹരി എത്തിച്ചു നൽകിയവരെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പയ്യനാട് ചോലക്കൽ സ്വദേശി സൈഫുദ്ദീൻ, എളങ്കൂർ മഞ്ഞപ്പറ്റ സ്വദേശി ഫസലുർ റഹ്മാൻ, മഞ്ചേരി പാലക്കുളം സ്വദേശി അനസ്, പയ്യനാട് പിലാക്കൽ സ്വദേശി ജാബിർ എന്നിവരെയാണ് മഞ്ചേരി സബ് ഇൻസ്പെക്ടർ KR ജസ്റ്റിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും മലപ്പുറം ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും പിടികൂടിയത്. പയ്യനാട് വടക്കാങ്ങര റോഡിൽ മണ്ണാറം എന്ന സ്ഥലത്ത് ഫർണിച്ചർ നിർമ്മാണശാലയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി സൂക്ഷിച്ച 9.46 ഗ്രാം MDMAയും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. പ്രതികൾ MDMA വലിക്കാൻ ഉപയോഗിച്ച ഗ്ലാസ് ട്യൂബുകളും പ്രത്യേകം നിർമ്മിച്ച ഗ്യാസ് ലൈറ്ററും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ചില്ലറ വിപണിയിൽ 1.5 ലക്ഷം രൂപ വില വരുന്ന MDMAയാണ് കണ്ടെടുത്തത്. പ്രതികൾക്ക് ലഹരി എത്തിച്ചു നൽകിയവരെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. പ്രണയവും വിവാഹേതര ബന്ധവും ഒക്കെ തകർന്ന ശേഷം ചില യുവതികൾ ആൺസുഹൃത്തിനെതിരെ പീഡന പരാതി നൽകുന്ന പ്രവണതയുണ്ട്. അങ്ങനെ കള്ളക്കേസുകളിൽ കുടുങ്ങി ഒട്ടേറെ യുവാക്കൾ അഴിക്കുള്ളിലായതാണ്. ആലത്തൂർ സ്വദേശിയായ സായൂജ് വിവാഹിതയായ സ്ത്രീയുമായി അടുപ്പത്തിലാവുകയും പിന്നീട് ആ ബന്ധത്തിൽ വിള്ളലുണ്ടാവുകയും ചെയ്തു. അതിനിടെ ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് കാട്ടി യുവതി പോലീസിൽ പരാതിയും നൽകി. തുടർന്ന് കഴിഞ്ഞ മാസം 13-ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ആരോപണങ്ങൾ തെറ്റാണെന്നും പരാതിക്കാരി വിവാഹിതയാണെന്നും ചൂണ്ടിക്കാട്ടി സായൂജ് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകിയിരുന്നു. വിവാഹിതയായ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ആരോപണം എങ്ങനെ ഉന്നയിക്കാനാകുമെന്നാണ് കോടതിയുടെ ചോദ്യം. ഇത്തരം കേസുകൾ നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത് പീഡന പരാതി നൽകുന്ന വിവാഹിതരായ സ്ത്രീകൾക്കുള്ള താക്കീതാണ്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.